എന്താ ഇപ്പൊ ഈ പെണ്ണുങ്ങൾ എഴുതി തന്നേക്കുന്നത്? നല്ല അൽഹംദുലില്ലാ. ഇത് ആരാണോ എഴുതി തന്നത് അദ്ദേഹത്തിന് അവർ ആരാണോ പെണ്ണോ ആണ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇതിനുള്ള മറുപടി ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ, ഓർമ്മിപ്പിക്കണം കേട്ടോ. കുടുംബ ബന്ധം മുറിച്ച ആൾക്കാർ വയലിന്റെ മജ്‌ലിസിൽ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാ ചോദ്യം. കുടുംബ ബന്ധം മുറിച്ചിട്ട് ഈ വയലിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു മറുപടിയാ പെങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാൻ സമയമാകുമ്പോൾ അവിടെ നിന്ന് പറയുമായിരുന്നു, കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പൊക്കോളാൻ പറയും. ഇവിടെ ആരും ഇരിക്കരുത്. കുടുംബ ബന്ധങ്ങൾ മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിൽ ഇരിക്കരുത്, നിങ്ങൾ എഴുന്നേറ്റ് പോകും. നിങ്ങൾ എവിടെ ഇരുന്ന ദുആ സ്വീകരിക്കില്ല. കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഈ മജ്‌ലിസിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പോകണം. ഇവിടെ ഇരുന്നാൽ ദുആ സ്വീകരിക്കൂല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അവിടെ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. ഇത് മതി. ആ മുറിച്ച ആള് 3 ദിവസത്തിൽ കൂടുതൽ ഒരാള് പിണങ്ങിയിരിക്കരുത്. ഈ പരാതി തന്ന സഹോദരിയോട് നീ എന്ത് ചെയ്യണമെന്നറിയോ? ധൈര്യമായിട്ട് നിന്നോട് പിണങ്ങിയിരിക്കുന്ന ആളോട് പോയി നീ സലാം പറയണം. അവള് മടക്കുകയോ മടക്കാതിരിക്കുകയോ കളിയാക്കുകയോ കളിയാക്കാതിരിക്കുകയോ ആട്ടിയിറക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, നീ സലാം പറഞ്ഞ നിനക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മടക്കുന്നതും മടക്കാതിരിക്കുന്നത് അവളുടെ ഇഷ്ടം. നീ എന്തിനാ പേടിക്കണേ? നീ പോയിട്ട് സലാം പറ, നീ രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇബ്രാഹിം നബിയും തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇവര് രണ്ടും കൂടെ അല്ലാഹുവിന് വേണ്ടി ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി. ആ പള്ളി പണിതിട്ട് റബ്ബിനോട് പറയുകയാ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് സ്വർഗം തരണമെന്നല്ല പറഞ്ഞത്. എന്തേ പറഞ്ഞത്? നാഥാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മുസ്ലിമായിട്ട് വേണം മരിപ്പിക്കാൻ. ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്ന പെങ്ങള്, ഇസ്മായിൽ നബി കുറപ്പില്ലായിരുന്നു വാപ്പാ. അവിടെ അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോട് കൂടിയുള്ള ഒരു മരണം തരണേ തമ്പുരാന്. ചെറുപ്പക്കാരാ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കടന്നു പോകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഖുർആൻ അറിയുമെങ്കിൽ എടുത്തു നോക്കടാ. റബ്ബികദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. യൂസുഫ് നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ തവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലോ. എനിക്ക് അധികാരമല്ല വേണ്ടത്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിപ്പിക്കണേ അല്ലാ. രണ്ട് പ്രവാചകന്മാര് മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്. വബസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തന്റെ പൊന്നാര മക്കളോട് വസിയത്ത് ചെയ്ത് കൊടുക്കുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവോ, ഈമാനോടുകൂടിയേ മരിക്കാവോ. എന്തിനാ പെങ്ങള്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ,
സ്വർഗ്ഗം തുറക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുന്ന കരച്ചിൽ കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാണ്. എന്താണ് നബി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് എന്താണ്? ആയിഷ ബീബി അടുത്ത് ചെല്ലുമ്പോ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി പോലും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാത്രി സുജൂദി കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. എന്താ പറയണത് എന്ന് ചെന്ന് നോക്കുമ്പോ പറയാ, അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഹൃദയങ്ങൾ മറിച്ചു കളയുന്ന റബ്ബേ, നീ എന്റെ ഈമാൻ നീ നിലനിർത്തണേ അല്ലാ. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യമില്ലേ? നിങ്ങൾക്ക് ഉറപ്പില്ലേ? എങ്ങനെ ഉറപ്പ് വരാനാ? പട്ടം നൂലിൽ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ആ മനുഷ്യന്റെ ഹൃദയം. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കാം. പൊന്നാര താത്താമാരെ, അള്ളാഹുവിനെ ഭയന്ന് 5 നേരം നിസ്കരിച്ച് നടന്ന എത്രയോ പേര്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞ സ്വഹാബികൾ, ആ സഹാബികളിൽ പലരും കാഫിറായിട്ട് മരിച്ചുപോയില്ലേ? അത്രയൊന്നും ഇല്ലല്ലേ നിങ്ങൾ? റസൂലുള്ളാഹി തങ്ങളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് പ്രവാചകന്റെ പുറകെ നടന്ന് മുത്തി നബിയുടെ പുറകിൽ നിന്ന് നിസ്കരിച്ച സഹാബി ഈമാനില്ലാതെ ചത്തുപോയില്ലേ? എത്രയോ സയ്യിദന്മാര്, വലിയകൾ. അള്ളാഹുവിന്റെ ഖുർആൻ നോക്ക്, ബല്ലാഗ് ഇബ്നു ബാഗൂറ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നു. പട്ടിയെ പോലെ ചത്തുപോയെന്ന് അള്ളാഹ് പറഞ്ഞു. സാധാരണ ആളൊന്നുമല്ല. ബല്ലാഗ് ഇബ്നു ബാഗൂറ ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ച അപ്പൊ തന്നെ കിട്ടും. അങ്ങനത്തെ മഹാൻ പട്ടി ചാവുന്നത് പോലെ ചത്തുപോയി. ഹാഫിളീങ്ങൾ, അള്ളാന്റെ ഖുർആൻ ചുമന്നുകൊണ്ട് നടന്നവർ, 114 അധ്യായങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടന്നവർ ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ? പെങ്ങളെ, ഒറ്റ നിമിഷം മതി, ജീവിതത്തിലെ ഒരൊറ്റ നിമിഷം മതി. എന്തെങ്കിലും മാരക രോഗങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോ ഒരൊറ്റ കയറെടുത്ത് ഫാനി തൂങ്ങി ചത്തുപോകുന്നില്ലേ എത്രയോ പേർ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരൊറ്റ നിമിഷം കൊണ്ട് നീ തന്നെ ചിന്തിക്കും, ഇത് എന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തേ? എന്തിന്റെ പേരിലായി മനുഷ്യൻ ഇങ്ങനെ ചെയ്തേ? നമ്മൾ അത്ഭുതത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരുന്ന കാലം മുഴുവനും അള്ളാനെ മറന്ന് പാപം ചെയ്ത് കള്ളു കുടിച്ചു പെണ്ണു പിടിച്ച് നടന്ന എത്രയോ പേര് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മുസ്ലിമായിട്ട് മരിച്ചുപോയ എത്ര പേരുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. ശത്രുവാ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആകണം, എനിക്ക് മുസ്ലിം ആകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ ചോദിച്ചു, ഇത്രയും നേരം ഞാൻ അവിടെ ആയിരുന്നു, ഇപ്പൊ ഞാൻ മുസ്ലിമായി, ഞാൻ ഇപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ട് ഞാൻ മരിച്ചുപോയ എന്ത് കിട്ടും? സ്വർഗം കിട്ടും, നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. ആ മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി, നിമിഷങ്ങൾക്കുള്ളിൽ ഷഹീദായി. ഒരു സുജൂദ് പോലും ചെയ്തില്ല ജീവിതത്തിൽ ഒരു സുജൂദ് പോലും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. മുസ്ലിമായി മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹം ഷഹീദായി. അമലുഹു ഖലീൽ അജ്റുഹു കസീർ. ഭാഗ്യവാൻ. ചെറിയ സൽക്കർമ്മം, പക്ഷേ വലിയ പ്രതിഫലം കിട്ടിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പേടിപ്പിച്ചതല്ല, ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. നമുക്ക് ചില തോന്നലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ കടന്നു വന്നപ്പോ ചില സ്വഹാബികൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കണ്ട
കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട. പള്ളി കെട്ടി കൊടുത്തെന്നോ, ഹജ്ജ് ചെയ്തെന്നോ, പൈസ കൊടുത്തെന്നോ, പാവങ്ങളെ സഹായിച്ചെന്നോ, ശരീരം മറച്ച് നടന്നെന്നോ, വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നീ ഒന്നും നെളിയണ്ട. ഇതൊക്കെ റബ്ബ് സ്വീകരിച്ചോ എന്ന് നിനക്ക് തന്നെ അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, എന്തൊക്കെ നീ വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരാണെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണോ? ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? പെങ്ങളെ, അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ബക്കറ്റുമായി പള്ളിക്ക് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ പണി പൂർത്തിയായിരിക്കുകയാണ്. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ബാധ്യത വീട്ടണമല്ലോ, അതിന്റെ കടങ്ങളൊക്കെ വീട്ടണമല്ലോ. അതുകൊണ്ട് പടച്ചവനെ, പ്രതിഫലമുണ്ട് പെങ്ങള്. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. അതിന്റെ പ്രതിഫലം അല്ലാഹു മരിക്കുന്ന സമയത്ത് കാണിച്ചു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു നല്ല മരണം വേണോ? ഒരു നല്ല മരണം വേണോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഒരു നല്ല മരണം തരണേ അല്ലാ. അതുകൊണ്ട് ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. എപ്പോഴല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമ്മളൊക്കെ റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ. ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവനോട് സ്വർഗം ചോദിക്കുമല്ലോ, നരകമോചനം ചോദിക്കുമല്ലോ, ജോലി ചോദിക്കുമല്ലോ, സമ്പത്ത് ചോദിക്കുമല്ലോ, മക്കളെ ചോദിക്കുമല്ലോ, രോഗശമനം ചോദിക്കുമല്ലോ, സമാധാനം കിട്ടാ ദുആ ചെയ്യുമല്ലോ. എല്ലാവരും അല്ലാഹുവിനോട് അവരുടെ ആവശ്യങ്ങൾ പടച്ചവനോട് പറയുമല്ലോ. പക്ഷേ ഈ പറയുന്നതിന്റെ ഇടയില്, ഈ ദുആ ചെയ്യുന്നതിന്റെ ഇടയില് ഒന്നുകൂടെ പറയണേ, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പറയണം, എപ്പോ ദുആ ചെയ്താലും പണം വേണോ, സ്വർഗം വേണോ, സമ്പത്ത് വേണോ, അഭിവൃദ്ധി വേണോ, ബർക്കത്ത് വേണോ, മക്കളെ വേണോ, ഭാര്യ വേണോ, നല്ല ജീവിതം വേണോ, എന്തു വേണമെങ്കിലും ചോദിച്ചോ. പക്ഷേ ഒന്നും മറക്കല്ലേ, ഒരെണ്ണം ചോദിക്കാൻ മറക്കല്ലേ. അല്ലാഹുവേ, തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ദുആ ചെയ്യണം സഹോദരാ. എളുപ്പത്തിൽ പറ്റുന്ന കാര്യമല്ലേ. ദുആ ചെയ്യുമ്പോ നീ പറയണം, അല്ലാഹുവേ, ഒരു നല്ല മരണം തരണേ അല്ലാ. അല്ലാഹുവിനോട് പറയണം, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ എന്ന് ദുആ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് പൈസ ചെലവില്ല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു ദിക്റ് പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്കൊരു ദിക്റ് പറഞ്ഞു തരാം. ഈ ദിക്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു. നാളെ ഈ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ച നിനക്ക് സ്വർഗ്ഗം ഉറപ്പാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരുന്ന ഈ ദിക്റ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ, നീ നാളെ സുബഹിക്ക് മുമ്പ് മരിച്ച നീ സ്വർഗത്തില. നീ കള്ളുകുടിയനാണോ, പെണ്ണുപിടിയനാണോ, എങ്ങനത്തവനാണോ, ഈ പറയുന്നത് ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ നിനക്ക് സ്വർഗം ഉറപ്പാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ, പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ?
നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ഇത്ര ആവശ്യം? നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈമാനുള്ള 10:30 ഇൻഷാ അല്ലാഹ്, 1 മണിക്കൂറുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്തതിലേക്ക് കടക്കുന്നതിനേക്കാളും നല്ലത് ഇത് പരിപൂർണമായി പറയാം. ഈമാനുള്ള മരണം വേണോ? നല്ല മരണം വേണോ? നല്ല മരണം കിട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. നല്ല മരണം കിട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. എന്തേ പ്രതിഫലം? ഖുർആൻ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം. എല്ലാരും പറയും എനിക്ക് ഓതാൻ അറിയില്ലെന്ന്. പെങ്ങളെ 5 കാര്യങ്ങളിൽ നോക്കിയാൽ മതി ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കിയാൽ മതി. ഓതണമെന്നില്ല, ചെയ്യണമെന്നില്ല, നോക്കിയാൽ തന്നെ. ഏതൊക്കെ 5 കാര്യങ്ങൾ? 1, അള്ളാഹുവിന്റെ കഅബാലയം. ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഇബാദത്തിന്റെ കൂലിയ. അള്ളാഹു ചെന്ന് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ പോവാനാ? അള്ളാഹു കഅബാലയം കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, ഖുർആനിൽ നോക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നോക്കുക. ഓതണമെന്ന് ഞാൻ പറയണില്ല, നോക്കിയാൽ മതി. ആ ഖുർആൻ തുറന്നു വെച്ചിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഉമ്മ, നീ ഖുർആൻ നോക്ക്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക. നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി. 3, ഉമ്മയുടെ മുഖത്ത് നോക്കുക. നമുക്ക് നമ്മളെ നൊന്തു പ്രസവിച്ച നമ്മുടെ ഉമ്മ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത് നോക്കുക. അതിത്തിരി പാടുള്ള കാര്യമാണ്. കാരണം ഉമ്മയുടെ ഗ്ലാമറൊക്കെ പോയി. ഈ കിളവിന്നല്ലേ വിളിക്കാം പുതിയ ഉമ്മയുടെ മുടിയൊക്കെ നരച്ചു, തൊലിയൊക്കെ ചുളുങ്ങി. ആര് നോക്കാനാ? ഉമ്മയുടെ അടുക്കൽ പോകുവാനോ, ഉമ്മയുടെ മുഖത്ത് നോക്കുവാനോ, ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കുവാനോ, ഉമ്മയ്ക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? പറഞ്ഞങ്ങാതി ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? ഭാര്യക്ക് എവിടെ കൊടുക്കണ്ടേ? നീ ഉദയ ഉസ്താദേ അല്ലേ? എടാ ചങ്ങാതി, ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. ഉമ്മയ്ക്ക് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. ഓർമ്മയുണ്ടോ നിനക്ക്? ഇത്ര പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നല്ലോ. ഉമ്മായിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും കടിക്കാൻ മാറി കൊടുത്തിട്ടുള്ള പെണ്ണുങ്ങളൊന്ന് കൈപൊക്കിക്കും. സുബ്ഹാനല്ലാഹ്. നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയ്ക്ക് നിന്റെ ഈ 10, 30, 40, 50 കൊല്ലം പ്രായമുള്ളവരുണ്ട്. ഈ പ്രായത്തിന്റെ ഇടയിൽ ഒരിക്കലെങ്കിലും തന്റെ ഉമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് വാരിക്കൊടുക്കാൻ നിനക്ക് സമയമില്ല അല്ലേ? ആലോചിക്കുക. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഉമ്മയുടെ മുഖത്ത് നോക്കുമോളെ ഇബാദത്തിന്റെ കൂലിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പൊന്ന് നോക്കണം. ചുമ്മാ ഇങ്ങനെ കുടിച്ചാ പോരാ. മഹത്തുക്കൾ പറയുന്നത് സംസം വെള്ളത്തിൽ നോക്കണമെന്ന്. നോക്കിയിട്ട് വേണം കുടിക്കാൻ. ഇബാദത്തിന്റെ കൂലി കിട്ടും. 5, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുക. നമ്മള് ഉസ്താദന്മാര് വഅദ് പറയുമ്പോ, തങ്ങന്മാര് വന്നിട്ട് ദുആ ചെയ്ത് ദിക്ർ പറയുമ്പോ തൂങ്ങുക, മൊബൈലിൽ നോക്കിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇവിടെ വന്നിരുന്നിട്ട് പോലും. എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആലിമീങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? ഖുർആനിൽ നോക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രതിഫലം പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്നത്തെ ഈ രാത്രി മുതൽ പടച്ചവനെ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലം വരെ എല്ലാ ദിവസവും നിങ്ങൾ ഖുർആൻ ഓതണം. വെറുതെ ഓതിയാ പോരാ, കാണാതെ ഓതിയാ പോരാ. അറിയുന്ന സൂറത്താണെങ്കിലും കണ്ടോതണേ. കണ്ടോതുന്നതിന് 2 പ്രതിഫലം. ഒന്ന് ഖുർആനിൽ നോക്കി ഓതിയ പ്രതിഫലം, 2 ഖുർആൻ ഓതിയ പ്രതിഫലം. കാണാതെ ഓതിയ ഖുർആൻ ഓതിയ പ്രതിഫലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്നു മുതൽ പടച്ചവനെ 114 അധ്യായമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ
114 അധ്യായങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിൽ ഏത് സൂറത്ത് ഓതണമെന്ന് നീ തീരുമാനിച്ചോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്ത്. ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ. ഈ 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് എല്ലാ ദിവസവും ഖുർആൻ നോക്കിയിട്ട് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? അതിത്തിരി മടിയുള്ള കാര്യമാണ്. എന്നാ പോട്ടെ, നിങ്ങളൊക്കെ തിരക്കുള്ളവരല്ലേ, ജോലി തിരക്കുള്ളവരല്ലേ, ഒരു സൂറത്ത് ഓതണ്ട, ഒരായത്തോതുവോ? കൈവക്ക് ഓതാന്ന് നിയത്ത് ചെയ്യുന്നവർ അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കൈവക്കറോ? അരകയ്യന്മാരെ ഒന്നും അള്ള അവിടെ കേറ്റൂല. പൊക്കണമെങ്കിൽ പൊക്കിക്കോ. ചിലപ്പോ ഈ പൊക്കിയതിന്റെ പേരിലായിരിക്കും അള്ള നിനക്ക് സ്റ്റേജിരിക്കണവരും പൊക്കിക്കോ. ചിലപ്പോ ഈ പൊക്കിയതിന്റെ പേരിലായിരിക്കും അള്ള സ്വർഗം തരുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ അള്ള രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനി പൊക്കാത്തവൻ പൊക്കണ്ട. മതകളകുന്ന ആന വന്നാലും ഞാൻ നെഞ്ചു വിരിച്ച് നിൽക്കും. ഉസ്താദെ, നിന്റെയൊക്കെ വാപ്പാടെ പ്രായമുള്ളവര് വയല് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ടില്ല. അങ്ങനെയല്ല ആൾക്കാരുണ്ടല്ലോ. ഉസ്താദിനെക്കാളും വലിയ കൊലകൊമ്പന്മാര് വന്നിട്ട് നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയും റമദാൻ മാസവും 27-ാം രാവും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്നിട്ട് ഞാൻ പള്ളി കയറിയിട്ടില്ല. പിന്നെ ഇപ്പം നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആദ്യം അത് കേക്ക്. ഖുർആനിലെ ഒരായത്ത് ഓത്, നിനക്ക് അല്ലാഹു നല്ല മരണം തരും. അതിനു പോലും മനസ്സില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു നിനക്കൊരു പ്രതിഫലം തരും. എന്തെന്നറിയോ? നീ ഈ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാലും ആരൊക്കെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഈ ലോകത്തിന് ഏത് തങ്ങളോ വലിയോ പണ്ഡിതനോ ആര് ഈസാ നബി വന്ന് പറഞ്ഞു തന്നാലും, നീ മരിക്കണ സമയത്ത് ആര് നിനക്ക് പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊങ്ങൂല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളോട് നീ പറയും, ഞാൻ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മക്കൾ അടുത്ത് വന്നിട്ട് പറയും, വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ വാപ്പ. അപ്പം വാപ്പ മക്കളോട് പറയും, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാ, ഞാൻ മരിക്കുന്നത് കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനി പറ, ഒരായത്ത് ഓതുവോ? എന്ന് കൈ വെക്കിക്കേ. കണ്ടാ, നേരത്തെ പൊങ്ങാത്ത കയ്യപ്പ പൊങ്ങിയത് കണ്ട ആമിന? ഇതാ പൊങ്ങല്. ഇതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായത്താവോതേണ്ടത് പ്രയോജനമുള്ള ആയത്തോത്. ഏതെങ്കിലും ആയത്തോതണ്ട. ഈ ആയത്ത് ഏതായത്തോതണമെന്നറിയോ? അല്ലാഹുവേ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. സ്വർഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും ഈ ആയത്തോതിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരെങ്കിലും ഈ ആയത്ത് ഓതിയാൽ അവന് സ്വർഗമല്ലാതെ വേറെ പ്രതിഫലമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഏതായത്തും അറിയുമോ? ഓതാ തീരുമാനിച്ചവര് ആദ്യം പ്രതിഫലങ്ങൾക്ക്, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്. ജനിച്ചപ്പോഴേ മുസ്ലിമല്ല, 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. പടച്ചവനെ, 8 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. 8 വർഷക്കാലം പടച്ചവനെ സഅദ് ഇബ്നു മുആദ് തങ്ങള് 8 വർഷമാണ്, 8 കൊല്ലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ.
ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ സിംഹാസനം അവിടുന്ന് കുലുങ്ങുകയാണ്, അവിടുന്ന് കുലുങ്ങുകയാണ്. പടച്ചവനേ, മയ്യത്ത് കണ്ടവരാരും മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. ജനാസ കാണാൻ വരുന്നവര് മുഴുവനും മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കാരണം അത്ര മനോഹരമായ മരണമാ. മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. പടച്ചവനെ, സഅദ് ഇബ്നു മുആദ് തങ്ങള് സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചു കിടന്നപ്പോ അവിടുത്തെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. നമുക്കും വേണ്ടത് ഇതല്ലേ, നമുക്കും വേണ്ടത് ഇതല്ലേ. മരിച്ചു കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കണം, കൊതിക്കണം, കൊതിക്കണം. എന്തൊരു മരണമാല്ലോ, എന്തൊരു ചിരിയാല്ലോ, എന്തൊരു പ്രകാശമാല്ലോ. മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കണമടി പൊന്നുമോളെ. നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു ഭർത്താവ് എപ്പോഴും നിന്നെ കുറ്റം പറയുമല്ലോ. ഇക്കമാരെ, ഉപ്പമാരെ, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ നിന്റെ കൂടെ വരാറില്ലല്ലോ. പക്ഷേ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പയ്യങ്കയിലെ നിന്റെ വീടിന്റെ അകത്ത് കടത്തിയിട്ട് അവസാനം നിന്റെ ഭാര്യയോട് പറയുന്നു, കാണണമെങ്കിൽ കണ്ടോ. വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്ന് കിടക്കുന്ന ഭാര്യയുടെ ചാരത്ത് കുടുംബക്കാര് ചെന്നിട്ട് പറയുന്നു, നിന്റെ ഇച്ചാനെ കൊണ്ടുപോകാൻ പോകുകയാ, കാണണമെങ്കിൽ അവസാനമായിട്ടൊന്ന് കണ്ടോ. നിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നപ്പോ കറുത്ത ഗ്ലാമറില്ലാതെ ജീവിച്ചിരുന്ന നിന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ നിന്റെ ഭാര്യ പോലും പറഞ്ഞില്ലേ, എന്തൊരു ഗ്ലാമറാ. എനിക്ക് മരിച്ചു കിടന്നപ്പോ നിങ്ങളെ പറയും മോളെ, നിന്റെ ഭർത്താവ് പറയണം, എന്റെ ഭാര്യയുടെ മുഖത്തെ പ്രകാശം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെയാണ് മരിക്കേണ്ടത്, ഇതുപോലെയാണ് മരിക്കേണ്ടത്. അതിനുള്ള ഒന്നാമത്തെ വഴിയാ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. പടച്ചവനെ, എല്ലാവരും അവിടുത്തെ മുഖത്തെ പ്രകാശം കണ്ടു, എല്ലാവരും അവിടുത്തെ മുഖത്തെ പ്രകാശം കണ്ടു. അല്ലാഹുവേ, മയ്യത്ത് കട്ടിലിലേക്ക് ജനാസ എടുത്തു വെച്ചു. എന്നിട്ട് ജനാസ ചുമക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. സഹാബികളെ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ടാണ് നടന്നുപോയത്. പടച്ചവനെ, അതാ സഹാബികൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മയ്യത്തിനു ഭാരമില്ല നബിയേ. നമ്മളിൽ പലരുമുണ്ടല്ലോ, നല്ല ആരോഗ്യമുള്ള തടിയുള്ള മനുഷ്യനാ, പക്ഷേ മയ്യത്ത് കട്ടില് തോളിൽ വെക്കുമ്പോ ഭാരം തോന്നാറില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, മയ്യത്തിനു ഭാരമില്ല നബിയേ. തള്ളവിരല് കുത്തികെട്ട് നടക്കുന്നത് കണ്ടല്ലോ. എന്തുകൊണ്ടാണ് തള്ളവിരല് കുത്തികെട്ട് നടന്നത്? സ്വഹാബാ, സലമില്ല സ്വഹാബാ, കാലുകുത്താ സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് കാലുകുത്താ സ്ഥലം കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ ജനാസ ഈ പയ്യങ്കി പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ മലക്ക് ചുമക്കണമടി പൊന്നുമോളെ. എന്റെ ചെറുപ്പക്കാരികളോ പറയുകയാ, നിന്റെ മയ്യത്ത് ചുമക്കേണ്ടതും മലക്കുകളാ. അവളാണ് ഭാഗ്യവതി, അവളാണ് ഭാഗ്യവതി. എന്റെ ഉമ്മമാരെ, സീരിയല് കണ്ടിട്ട് കരയുന്ന ഉമ്മ, നാണമില്ലേ ഉമ്മ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ ഉമ്മ? എങ്ങനെയാ നിനക്ക്
കരയാൻ തോന്നുന്നത്? ഒരുപാട് രോഗങ്ങൾ നിനക്കുണ്ട്, നിന്റെ മുടി നരച്ചില്ലേ? അത് മരണത്തിന്റെ അടയാളമല്ലേ? മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളമല്ലേ? എന്തേ നിനക്ക് നന്നാകാൻ കഴിയാത്തത്? മഗ്രിബിന്റെ സമയം മുതൽ രാത്രി 9 മണി വരെ ടിവിയുടെ പെണ്ണിലിരുന്ന് കരയുന്ന ഉമ്മ, നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ കള്ളുകുടിയനും പെണ്ണുപിടിയനും നിസ്കരിക്കാത്തവനും വൃത്തികെട്ട ജീവിതം നയിക്കുന്നവരല്ല ചുമക്കേണ്ടത്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കണം. അവളാണ് പെണ്ണ്, അവളാണ് സ്വാലിഹത്തായ പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, വാപ്പാ, മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കണം, നിന്റെ ജനാസ നിസ്കരിക്കാൻ 70,000 VVIPകൾ വരണമുപ്പാ. അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നതിനെക്കാളും പവറാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹുവിനെ വാഴ്ത്തുകയും അല്ലാഹുവിനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരണ്ടേ? അതിനല്ലേ മരണമെന്ന് പറയുന്നത്. ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങാനുള്ളതല്ല, ഇത് അധികാരം കൊണ്ട് വാങ്ങാനുള്ളതല്ല, ഇത് കുടുംബമഹിമ പറഞ്ഞിട്ട് കിട്ടുന്ന കാര്യമല്ല. പയ്യങ്കി പള്ളിയില് പലരെയും വെള്ളിയാഴ്ച ദിവസം കൊണ്ട് വെച്ചല്ലോ നിസ്കരിക്കാൻ സമ്പണ്ണിയപ്പോ പള്ളി മുഴുവനും നിറഞ്ഞില്ലേ? നീ തന്നെ ചിന്തിച്ചില്ലേ ഇവൻ എന്ത് പുണ്യം ചെയ്തതിനല്ല കൊടുത്തതാ? ഇവൻ എന്ത് ചെയ്തിട്ടാണ് റബ്ബിവൻ ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? മോളെ, നല്ല മരണം വേണോ? നിന്റെ ജനാസ മലക്ക് ചുമക്കുകയാ. തങ്ങളുടെ ജനാസ ചുമന്നത് മലക്കുകളാ. അല്ലാഹുവിന്റെ റസൂലിന് കാലുകുത്താ സ്ഥലം കിട്ടിയില്ല, തള്ളവരള കുത്തികെട്ടാണ് നടന്നു പോയത്. ഇനി നിനക്ക് ചരിത്രമറിയുമോ? ഇനി നിനക്ക് ചരിത്രമറിയുമോ? ഇവിടത്തെ പള്ളിയിലെ കബറ് കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ, ചെറുപ്പക്കാരോ, ഇവിടത്തെ പള്ളിയിലെ കബറ് വെട്ടുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ ചെന്നിട്ട് ചോദിക്കടാ. ആരെയെങ്കിലും കബറടക്കാര്, ആരെയെങ്കിലും കബറടക്കാര് കുഴിയെടുത്തപ്പോ, കബറ് കുഴിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിന് സുഗന്ധമാ, മണ്ണിന് പോലെ സുഗന്ധമാ. 6 അടി മണ്ണിലെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലെ സുഗന്ധമാ പെങ്ങള്. അതാ കബറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കബറിന്റെ പണിയൊക്കെ പൂർത്തിയായി അവസാന കബറിനടിയിൽ നിന്ന് മണ്ണ് വാരിയെടുക്കുകയാ. അവസാനം കബറിനടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുമ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണ് മടിയിൽ വെക്കുകയാണ്. കാരണം സുഗന്ധമടിക്കുന്നു, മണ്ണിന് പോലും സുഗന്ധമാണ്. ആരും കാണാതെ മടിയിൽ വെച്ചോ, ആരും കാണാതെ മടിയിൽ വെച്ചോ. കബറടക്കി എല്ലാവരും പിരിഞ്ഞു പോയി. ഈ കബറ് കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ അരയിലിരിക്കുന്ന മണ്ണിന് സുഗന്ധമാ, തന്റെ അരയിലിരിക്കുന്ന മണ്ണിന് പോലെ സുഗന്ധമാ. ഈ കബറ് കുടിച്ച മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. തങ്ങളെ സ്വപ്നം കാണുകയാ, തങ്ങളെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിച്ചു, സൈദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, മലക്കുകളുടെ തിരക്കായിരുന്നല്ലോ, നിന്റെ കബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ.
ഇതെങ്ങനെയാ ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്താ? എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? സഅദ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന് റബ്ബനിക്ക് തന്നതാ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഒന്ന് ഖുർആൻ ഓതി, രണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ചു. ഇതിന് പടച്ച റബ്ബനിക്ക് തന്ന പ്രതിഫലമാ. ചരിത്രമല്ലേ പെങ്ങള്, ചരിത്രമല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഇന്ന് വരെയുള്ളത് പോകട്ടെ, ഇവിടെ വരുന്നതിന് മുമ്പ് വരെയുള്ളത് മുഴുവനും പോകട്ടെ. ഇൻഷാ അല്ലാഹ് മറക്കില്ല ഉസ്താദേ, നിങ്ങൾ പറഞ്ഞു തരുന്ന ആയത്ത് ഞാൻ മറക്കൂല. പടച്ചവനെ മരിക്കുന്ന കാലം വരെ എല്ലാ ദിവസവും ഞാൻ ഓതും ഉസ്താദ്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കും ഉസ്താദ്. പലരും പറയുമല്ലോ ഉസ്താദേ സമാധാനമില്ല, പലരും പറയും ഉസ്താദേ സമാധാനമില്ല, വീടിന്റെ അകത്ത് സമാധാനമില്ല, ഭാര്യയും മക്കളും തമ്മിൽ, പടച്ചവനെ കൂടപ്പറപ്പുകൾ തമ്മിൽ അടിയും ബഹളവും, വീടിന്റെ അകത്ത് സമാധാനമില്ലാത്ത എത്രയോ പേരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ വഴി ഞാൻ പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് കരയുന്നുണ്ട്. 5 സ്ഥലങ്ങളിൽ 6 സ്ഥലങ്ങളിൽ 6 കാര്യങ്ങൾ ഇരുന്ന് കരയുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 1, പുതിയ പള്ളി കെട്ടി, മനോഹരമായ പള്ളി, വലിയ പള്ളി. പക്ഷേ നിസ്കരിക്കാൻ ഈ പള്ളിക്കകത്ത് ആളില്ലെങ്കിൽ ഈ പള്ളി കരയും. നിസ്കരിക്കാൻ ഈ പള്ളിക്കകത്ത് ആളില്ലെങ്കിൽ AC ഇല്ലയോ? AC ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ഉണ്ട്, അൽഹംദുലില്ലാഹ്. ഈ പള്ളിക്കകത്ത് നിസ്കരിക്കുക ഈ നാടിന്റെ ഐശ്വര്യമാണ് ഈ പള്ളി. ഈ നാടിന്റെ ഐശ്വര്യമാണ് ഈ പള്ളി. ഈ പള്ളിയാണ് ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഈ പള്ളി ഈ നാടിന്റെ ഐശ്വര്യമാ. ഈ ഐശ്വര്യമായ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ എതിരാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ ഈ പള്ളി കരയും. ഈ പള്ളി കരഞ്ഞ ഞാൻ ബാക്കി പറയൂല, വയലിന്റെ മജ്ലിസ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. പള്ളി കെട്ടിയ പള്ളി വന്ന് നിസ്കരിച്ചു കൊള്ളണം. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അടുത്തുള്ളവന് പള്ളിയിലെ ജമാഅത്തുള്ളൂ. പള്ളിയുടെ അടുത്തുള്ളവന് പള്ളിയിലെ ജമാഅത്തുള്ളൂ, വീട്ടിൽ ജമാഅത്തില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആരാ പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർ? ബാങ്ക് വിളിക്കണ ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ അവന്മാര് മുഴുവനും ഇവിടെ വന്ന് 5 നേരം നിസ്കരിച്ചു കൊള്ളണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കണം. നിങ്ങൾ ആരും നിസ്കരിക്കാത്തവരല്ല, എല്ലാ പെണ്ണുങ്ങളും നിസ്കരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്കൊരു പോരായ്മയുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഖുർആൻ പറഞ്ഞു, നിസ്കരിക്കുന്നവൻ നരകത്തിലാണ്. നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരല്ലേ? ഒന്ന് കുലുക്കിക്കതല്ല, നിസ്കരിക്കുന്നവരല്ലേ? എപ്പോ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഈ പള്ളിയിൽ നിന്ന് 12:30 മുമ്പ് ളുഹർ ബാങ്ക് വിളിക്കും. 12:30 മുമ്പ് ളുഹർ ബാങ്ക് വിളിക്കും. നിങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കണം? പച്ചക്കറിയും അരിയണം, മീൻ വെട്ടണം, ചോറ് കഴുകണം, അരി കഴുകണം, ചോറ് വെക്കണം, ചോറ് ഊറ്റണം, കറി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞ് തിന്ന് കുളിച്ചു ഒരുങ്ങി ഒരു 3 മണിയാകുമ്പോ അൽഹംദുലില്ലാഹ് പോയി നിസ്കരിക്കും. നീ ഏത് മദ്ഹബാ? ഇന്ന സലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. പിന്നെ എന്തിനാ ആമിനാത്ത ഈ മോദിയും കടന്ന് വിളിക്കണത്? നിനക്ക് 3 മണിക്ക് നിസ്കരിക്കാനാണെങ്കിൽ, നിന്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ വിളിക്കണം? അവിടെയാണ് നീ സൂക്ഷിക്കേണ്ടത്. അപ്പൊ നീ പറയൂ, ഉസ്താദെ മീൻ കരി പറ്റി വിയർത്ത് നിൽക്കല്ലേ? എന്താ വിയർപ്പ് കുളി നിർബന്ധമാകുന്ന കാര്യമാ? മീൻ ചെയ്തു, മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇത്തിരി മീന്റെ വെള്ളം വീണോ, കുളി നിർബന്ധമാകുന്ന കാര്യമാ? അത് കഴുകണം.
ശരീരത്ത് വിയർപ്പുണ്ടോ? കഴുകണം. കയ്യും കാലും കഴുകിയിട്ട് ഓടിപ്പോയിട്ട് നിസ്കരിക്കണം. അല്ലാതെ ലൊഹറും അസറും കൂടെ ഒരു ഒളുവിൽ പണിയുന്നുണ്ടല്ലോ, അത് വേണ്ട. ലൊഹറും അസറും കൂടെ ഒറ്റ ഒളുവ്, ബാങ്ക് വിളിക്കാൻ സമയമാകുമ്പോ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് വന്നിരിക്കും. ആ ഒളുവിൽ തന്നെ അസറും കൂടെ നിസ്കരിച്ചിട്ട് ചായ അടിക്കും. അല്ലാടെ പരലോകത്ത് നിന്നെ വിടുവോ അല്ലാ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. അല്ലാഹു കാക്കുമാറാകട്ടെ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ തിന്നാനുള്ളത് അവിടെ കിടക്കട്ടെ. പോയി കയ്യും കാലും കഴുകിക്കോണം, ഒളുവെടുത്തോണം, നിസ്കരിച്ചോണം. പിന്നെ വന്നിട്ട് ബാക്കി ഉണ്ടാക്കണം, പിന്നെ കുളിച്ചോണം. അല്ലാതെ നിസ്കാരം നീട്ടരുത്. അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താപ്പാ, നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ഈ AC പള്ളി കരയും. കരഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൽ നിന്നത് നാശമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. 2, ഖുർആൻ കരയും. ഖുർആൻ കരയും. എവിടെ ഇരുന്ന്? നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ഖുർആൻ. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. സൗദിയിൽ ഉംറയ്ക്ക് പോയപ്പോ. തൊടാറുണ്ടോ? ചെലന്തി വല എടുത്തു കളയാറുണ്ടോ? അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടയ്ക്കാറുണ്ടോ? ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോ പറഞ്ഞു, ഉസ്താദെ ആകെ പ്രശ്നം ഉസ്താദ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ, എന്തെങ്കിലും. ഞാൻ ഒരായത്ത് കേൾക്കും. ഞാൻ പറഞ്ഞു, ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം, ഓദിക്കോ. ഉസ്താദെ മൊബൈൽ ഏതായത്താ ഉസ്താദ് എഴുതിത്താ? ഞാൻ പറഞ്ഞു, ഖുർആൻ എടുത്തോണ്ട് പോവാൻ, ഞാൻ കാണിച്ചു തരാം. എന്റെ റബ്ബേ, ഒരു ഖുർആൻ കൊണ്ടുവന്നു. തുറന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉറുമ്പ് മുട്ടയിട്ടിരിക്കുന്നതിനകത്ത്. സുബ്ഹാനല്ലാഹ്. ആമിന, നിന്റെ വീടിനകത്തിരുന്നിട്ട് ഖുർആൻ കരയും നീ ഓതിയില്ലെങ്കിൽ. നീ ആ ഖുർആൻ തുറന്നില്ലെങ്കിൽ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയും. ആ കണ്ണീര് നിന്റെ കുടുംബം വരെ കരിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നിന്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത്. ഖുർആൻ വീടിനകത്തിരുന്നിട്ട് കരയുകയാ, തേങ്ങുകയാ. പിന്നെ എങ്ങനെ നീ നന്നാകും? കൂടപ്പറപ്പുകൾ തമ്മിൽ ബദർ യുദ്ധം നടക്കണ പോലെ യുദ്ധവാ. കണ്ട അടിയാ മക്കള്, കണ്ട കീരിയും പാമ്പിനെ പോലെ പരസ്പരം കിടന്ന് തമ്മിലടിക്ക. ഭാര്യയും ഭർത്താവും ശത്രുക്കളാ. ഒരുത്തൻ നന്നാവുന്ന ഇവന് കണ്ടുകൂടാ, ഇവൻ നന്നാവേണ്ടത് അവന് കണ്ടുകൂടാ. കൂടപ്പുറപ്പുകൾ തമ്മിൽ ശത്രുത. ഭാര്യയും ഭർത്താവും പടച്ചവനെ ചങ്കും കരളുമായിരുന്നു. ഒരടിയുണ്ടായി പിണങ്ങിക്കഴിഞ്ഞാൽ പാപ്പ വരെ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ. അത് വീടിനകത്ത് ഓതാതിരുന്നാൽ അത് കരയും. അത് നിനക്ക് നാശമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. സമയം 11 മണിയായി. ഇൻഷാ അല്ലാഹ് നിർത്തിക്കൂടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഊതിയാൽ നിങ്ങൾക്ക് നല്ല മരണമാണ്. മനോഹരമായ മരണം അല്ലാഹു നൽകുകയാണ്. പടച്ചറപ്പേ, മലക്കുകൾ നിന്റെ ജനാസ ചുമക്കാൻ കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഇത് ഓതുന്ന മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. എന്താ മറയെന്നറിയോ? മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഈ ആയത്ത് ഓതുന്ന മനുഷ്യൻ മരിച്ചാൽ അവന് സ്വർഗത്തിലാ. ഈ ആയത്ത് ഓതുന്ന മനുഷ്യൻ മരിച്ചാൽ അവന് സ്വർഗത്തിലാ. ഏതായത്തെന്നറിയോ? എല്ലാവർക്കും അറിയുന്ന ആയത്താ. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. നമ്മളിൽ പലരും ഓതില്ലല്ലോ, നമ്മളിൽ പലരും ഓതാറില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അബീ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഏതായത്തും അറിയുമോ? ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസി ഉണ്ടല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് അല്ലദീ യസ്മഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ആയത്തുൽ കുർസി ഓതാൻ അറിയാത്തവരില്ലല്ലോ. ഓതണം പെങ്ങളെ. 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണേ.
അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിനക്ക് സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലമില്ല, നിനക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പടച്ചവനെ 11 മണി കഴിഞ്ഞിരിക്കുകയാ. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. പടച്ചവനെ എപ്പോ വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. ക്യാൻസർ ഉള്ളവര് മാത്രമല്ല മരിക്കുന്നത്, മാരകമായ രോഗങ്ങളുള്ളവര് മാത്രമല്ല മരിക്കുന്നത്. ഒരു പനിയോ തലവേദന പോലുമില്ലാതെ റോഡിലൂടെ നടന്നു പോകുന്ന എത്രയോ പേര് മരിക്കുന്നല്ലോ. എന്നെ ചിന്തിക്കാത്തത് തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا على دهري. എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ കണ്ടവൻ വൈകുന്നേരം എത്തുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ? രാവിലെ നിന്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ നിന്റെ ഭർത്താവ് ഇവിടെ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ചത് മറന്നുപോയോ പെങ്ങളെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മാടെ കൂടെ രാത്രി ഭക്ഷണം കടിച്ച് ചിരിക്കുന്ന മുഖത്തോടെ കിടപ്പറയിലേക്ക് കടന്നുപോയ നിന്റെ ഉമ്മ നേരം വെളുത്തപ്പോ എഴുന്നേറ്റില്ലല്ലോടാ. എന്തേ ചിന്തിക്കാത്തത്? നിന്റെ വീട്ടിൽ നിന്ന് മയ്യത്ത് കട്ടിൽ എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്? എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു രോഗമില്ലാത്തവർ വീണ് മരിച്ചു പോകുന്നില്ലേ? പടച്ചവനെ, 2-3 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടു. ഓരോ മനുഷ്യനും കരയാതെ കാണാൻ പറ്റൂല, കരയാതെ കാണാൻ പറ്റൂല. ഒരു കുടുംബത്തിലെ 5 പേര് പടച്ചവനെ എയർപോർട്ടിൽ വന്നിറങ്ങി. കൊണ്ടുപോകാൻ കുടുംബക്കാര് ചിരിക്കുന്ന മുഖത്തോടെ വന്നില്ല. സാധാരണ ഗൾഫിൽ നിന്ന് പ്രവാസി വരുമ്പോ ലഗേജുമായിട്ട് ഇറങ്ങി വരുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് സ്നേഹത്തോടെ തമാശകൾ പറഞ്ഞു വണ്ടിയിൽ വീട്ടിലേക്ക് വരുമല്ലോ. എങ്കിലൊരു കുടുംബത്തിലെ ഒരു ഉപ്പയും ഒരു ഉമ്മയും 3 മക്കളും എയർപോർട്ടിന്റെ പുറകിലെ വാതിലിന്റെ മുന്നിൽ വന്നിറങ്ങി. 5 ആംബുലൻസ് നിരന്നു നിന്നു. ഓരോന്നിനെയും എടുത്ത് അതിനകത്ത് കയറ്റി. ഇത്രയേ ഉള്ള ചെറുപ്പക്കാരാ, ഇത്രയേ ഉള്ള പൊന്നുമക്കളെ, എത്ര പെട്ടെന്നാ മരണം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, മരിക്കുമ്പോ വെറുതെ മരിക്കല്ലേ, ഈമാനോടുകൂടി മരിക്കണേ, ഈമാനോടുകൂടി മരിക്കണേ. ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ കൊലകൊമ്പനാണെന്ന് പറയാൻ എല്ലാവരും കാണും. പക്ഷേ എപ്പോഴാണ് നീ നല്ലവനെന്നറിയോ? പടച്ചവനെ ഇരിക്കുന്ന ഹാജിയാക്കന്മാര് ഇവര് നല്ലവരാണെന്ന് ഇപ്പൊ പറയാ 100 പേരുണ്ട്. പള്ളി കെട്ടിക്കൊടുക്കാൻ മുൻപന്തിയിൽ നിന്നല്ലോ, ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണല്ലോ. പക്ഷേ ഷംസുവിന്റെ വാപ്പ എപ്പോഴാ നല്ലവനാകുന്നതെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ അകത്ത് മലർത്തി കിടത്തുമ്പോ ഈ നാട്ടുകാരിൽ 40 പേര് പറയണം അദ്ദേഹം നല്ലവനാ. പെങ്ങളെ, നിന്റെ മയ്യത്ത് കണ്ടിട്ട് പോകുന്ന 40 പേര് നിന്നെ കുറിച്ച് പറയണം നീ നല്ലവളാണെന്ന്. അപ്പോഴാ നീ സ്വർഗത്തിന്റെ അവകാശിയാകുന്നത്. ഇത് വെറുതെ കിട്ടുന്നതല്ല, ഇത് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല, ഇത് റബ്ബ് തരുന്ന ഒരു അംഗീകാരവാ. ഈ പയ്യക്ക് പള്ളിയിൽ, ഇവിടത്തെ പള്ളിയില് നിന്റെ ജനാസ കൊണ്ടുവെക്കുമ്പോ 100 പേരിൽ കൂടുതലുണ്ടാകണം ഉമ്മ. കോടിക്കണക്കിന് ആസ്തിയുള്ളവനെയും കൊണ്ടുവച്ചല്ലോ. ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരായത് കോടികൾ കൊടുത്തിട്ട് വീട് വെച്ചവരുണ്ടല്ലോ, കോടി ലക്ഷങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിച്ചവരുണ്ടല്ലോ, പണം കൊണ്ട് അമ്മാനമാടിയവർ, ലക്ഷങ്ങൾ വാരിയിട്ട് കളിച്ചവർ. മയ്യത്ത് നിസ്കരിക്കാൻ എത്ര പേരുണ്ടായിരുന്നു ഉപ്പമാരെ? 100
100 പേര് വേണം. അല്ലാഹുമ്മ ഗുഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. 100 പേര് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് റബ്ബിനോട് പറയണം, പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആ ദുആ തള്ളില്ല, ആ ദുആ തള്ളപ്പെടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. തൗബ ചെയ്യാ സമയം കിട്ടൂല, യാത്ര പറയാ സമയം കിട്ടൂല, പൊരുത്തം ചോദിക്കാ സമയം കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ എപ്പോഴും പറയും, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ച്, എന്തുകൊണ്ടാ നീ എങ്ങനെ പറഞ്ഞത്? ആ സമയത്ത് അവള് പറഞ്ഞ മറുപടി, ഞാൻ മരിച്ചാൽ ഇക്കായ്ക്ക് സഹിക്കാൻ പറ്റും, പക്ഷേ ഇക്ക മരിച്ചാ എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. പെങ്ങളെ, ഒന്ന് യാത്ര പറയാൻ, ഒന്ന് പൊരുത്തം ചോദിക്കാൻ സമയം കിട്ടൂല. ഒരേ പുതപ്പിന്റെ കീഴിൽ ഒരു ബെഡിന്റെ അകത്ത് 2 പേരുടെയും ശരീരത്തിന്റെ തൊലികൾ പോലും ചേർന്ന് കിടന്നിട്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഭർത്താവ് എഴുന്നേക്കുന്നില്ല, വിളിച്ചപ്പോ എഴുന്നേറ്റില്ല. അറ്റാക്ക് വന്ന് മരിച്ചത് അടുത്ത് കിടന്ന ഭാര്യ പോലും അറിഞ്ഞില്ല പെങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, നിങ്ങൾ തമാശ കാണുന്നത് പോലെയല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, കോഴി അറുത്തിടുമ്പോ കോഴി കിടന്ന് പിടയുന്നത് കാണുമല്ലോ. ഇറച്ചിക്കടയിൽ പോയിട്ട് കോഴിയെ വാങ്ങും. കോഴി അവൻ അറുത്തിടുമ്പോ അത് ചിറകിട്ടടിക്കും, തലയിട്ടടിക്കും, കൈകാലിട്ടടിക്കും. പെടഞ്ഞു പെടഞ്ഞു പെടഞ്ഞിങ്ങനെ കിടന്നു മരിക്കുമ്പോ നമ്മൾ നോക്കി നിൽക്കുന്നവരാ. പക്ഷേ എന്തിനാണ് അതങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? രസത്തോടെ ഞാനും നിങ്ങളും നോക്കി നിൽക്കുമല്ലോ. വലിയ പെരുന്നാളിനെ പോത്തിനറുക്കുന്നത് കാണാൻ പോകുന്നവരുണ്ടല്ലോ, കയ്യും കാലും തലയും ഇട്ടടിച്ചത് മരിക്കുമ്പോ നമ്മൾ നോക്കി നിന്ന് മൊബൈലിൽ പിടിക്കുന്നവരാ. സത്യത്തിൽ എന്തുകൊണ്ടാ ഇതിങ്ങനെ പിടയുന്നത്? മരണവേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ? മരണവേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഉമ്മ കോഴി കടന്ന് പിടയുന്നത്? അതെത്ര ഭാഗ്യമുള്ള ജീവിയാ, അതെത്ര ഭാഗ്യമുള്ള ജീവിയാ. നീ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയരുത്. പ്രസവത്തിനൊരിക്കലും മരണവേദനയല്ല, മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ. മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ പ്രസവ വേദനയ്ക്ക്. നീ പ്രസവിക്കുന്ന സമയം കൂടിപ്പോയാ ഒരു ഡോക്ടറും 4 നേഴ്സുമാരും നിന്റെ കൈകാലും പിടിച്ചു. അത്രയല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. എങ്കിലൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ 70,000 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിക്കുമ്മ. 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും, നമ്മുടെ റൂഹ് വലിച്ചെടുക്കുമ്പോ. എന്തൊരു വേദനയാ പെങ്ങളെ, എന്തൊരു വേദനയാ. മലക്കുകൾ നമ്മളെ തല്ലുവല്ലോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഇവര് നമ്മളെ തല്ലുവല്ലോ. വിളിക്കടാ സിറാജ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാടാ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും നീ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് റൂഹ് പിടിക്കുന്ന രംഗം. ഇതൊന്നും കളിയല്ലല്ലോ, ഇതൊന്നും തമാശയല്ലല്ലോ. എന്തേ ചിന്തിക്കാത്തത്? വയത് കേട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ടേ പെങ്ങളെ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹവും എടുത്തു. തന്റെ വീടിന്റെ അകത്തുണ്ടായിരുന്ന അവസാനത്തെ ദിർഹവും എടുത്തിട്ട് ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പാവങ്ങൾക്ക് കൊണ്ടുട്, ഇത് പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്ക്. എന്റെ വീടിന്റെ അകത്ത് 1 രൂപ പോലും നീ വെക്കരുത്. എല്ലാം കൊണ്ടുപോയി കൊടുത്തു. നമുക്ക് പള്ളിക്ക് ചോദിച്ചാ കൊടുക്കാനില്ല, കടം വീട്ടാ ചോദിച്ചാ കൊടുക്കാനില്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാ കൊടുക്കാനില്ല. അവസാനത്തെ ദിർഹവും സദഖ കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ ദിവസം അസ്റായിൽ വന്ന് റൂഹ് പിടിക്കുമ്പോ
റസൂലുള്ള കരയാൻ തുടങ്ങി, മുത്തുനബി കരയാൻ തുടങ്ങി. എന്നിട്ട് ചോദിക്കുന്നു, അസ്റായിലേ, എന്തൊരു വേദനയാ അസ്റായിലേ, എന്തൊരു വേദനയാ അസ്റായിലേ, നിനക്കൊന്ന് പതുക്കെ പിടിക്കാൻ പറ്റുമോ അസ്റായീൽ? അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല നബിയേ, ഇതിനേക്കാളും മയമായിട്ട് റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അസ്റായീൽ പോലും കരഞ്ഞില്ലേ ചെറുപ്പക്കാരാ? അള്ളാഹുവിന്റെ പ്രവാചകന് വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കും, തിരിച്ചു കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അടുത്തിരിക്കുന്ന പാത്രത്തിന്റെ അകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് മുഖത്തൊഴിക്കുകയാ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരക്കാരായ മുത്തുനബിയുടെ അവസ്ഥയാണ്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ വേളയിലാണ് ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യ, മക്കളില്ല പെങ്ങളെ, നീ പഠിക്കേണ്ട പാഠം, നീ പ്രസവ വേദന അനുഭവിച്ചവളാണ്. ആയിഷ ബീവിക്ക് ആ വേദന പോലും അറിയില്ല. കാരണം ആയിഷ ബീവിക്ക് മക്കളില്ല, ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു. ആയിഷ ബീവിയുടെ മടിയിലാണ് മുത്തുനബി കിടന്നത്. ആയിഷ ബീവി ഇങ്ങനെ നബിയുടെ മുഖത്ത് തുണി മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, ആയിഷ, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, ഒരുങ്ങണേ ആയിഷ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളും മരിക്കുമല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണം നമ്മളെ തേടിയും ഒരു ദിവസം വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 36 വയസ്സുള്ള ഒരു ഉസ്താദ് കൊറോണ ലെൻസിൽ ബാധിച്ചിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ. അതാ ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ അകത്ത് കിടക്കുമ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ സമയമെടുത്തു. നേഴ്സുമാര് പരസ്പരം സംസാരിക്കുന്നത് കേട്ടു. അറിയിക്കാനുള്ളവർ അറിയിച്ചു കൊള്ളാൻ പറഞ്ഞു. 36 വയസ്സുള്ള ഉസ്താദ് 2 ചെറിയ മക്കളാ മോളെ, 2 ചെറിയ കുഞ്ഞുങ്ങളാണുള്ളത്. ഈ ഉസ്താദ് മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ കടന്ന് കരയുകയാ, കടന്നു വല്ലാതെ കരയുന്നുണ്ട്. അമുസ്ലിമായ ഡോക്ടർ വിചാരിച്ചു, പടച്ചവനെ, മരണം അടുത്തത് കേട്ടത് കൊണ്ട് കരയുകയായിരിക്കും. അടുത്ത് ചെന്ന് നിന്നിട്ട് സമാധാനിപ്പിച്ചു, ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, നിങ്ങൾ കരയരുത്, നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾ കരയരുത്. ആ സമയത്ത് ആ ഉസ്താദ് പറഞ്ഞു, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ല എന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്, അത് എന്തായാലും വരുമല്ലോ, അത് എന്തായാലും വരുമല്ലോ. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെ എന്തിനാ കരയുന്നത്? ഭാര്യയെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മക്കളെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവരടുത്തില്ലാത്തത് കാരണം നിങ്ങൾ കരയുകയാണോ? ആ മനുഷ്യൻ പറഞ്ഞു, അല്ല. ആ മനുഷ്യൻ പറഞ്ഞു, അല്ല. പിന്നെ ഞാൻ എന്തിനാ കരയുന്നതെന്നറിയോ? ഞാൻ എന്തിനാ കരയുന്നതെന്നറിയോ? എന്റെ കയ്യിൽ നന്മകളൊന്നുമില്ലല്ലോ. ഈ 36ാമത്തെ വയസ്സിൽ ഞാൻ എങ്ങും മരിച്ചുപോയാ അള്ളാന്റെ മുന്നിൽ കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. പാപ്പാ, നിനക്ക് 50 വയസ്സ് 60 വയസ്സായില്ലേ? 40 കഴിഞ്ഞ എത്ര പെണ്ണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്? നിനക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ മരിച്ച എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പെങ്ങളെ നിന്റെ കയ്യിൽ? അള്ളാടെ മുന്നിൽ രക്ഷപ്പെടാൻ ഒരു റക്അത്ത് നിസ്കാരമുണ്ടോ? ഒരായത്ത് ഓതിയതുണ്ടോ? എന്തെങ്കിലും നന്മ നമ്മൾ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തതൊന്നും അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഒരുങ്ങിക്കോ എല്ലാവരും. എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. ഇനി റബ്ബെനിക്ക് സമയം തന്നില്ല എന്ന് പറയരുത്. ഇന്ന് നിങ്ങളുടെ അവസാനത്തെ അവസരവാ, ഇന്ന് ജീവിതത്തിന്റെ അവസാനത്തെ അവസരവാ. വേണമെങ്കിൽ നന്നായിക്കോ. ഞാൻ ആദ്യം എന്റെ നഫ്സിനോട് പറയുകയാ, ഞാൻ വഴുതു പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല, അതിന് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാണ്.